Hello, welcome back to Learnino. So ഇന്ന് നമ്മൾ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് സെക്കൻഡ് മോഡ്യൂളിന്റെ റിവിഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളൊന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, സോ നമുക്ക് ഇതിൽ ഫസ്റ്റ് പി എൻ ജംഗ്ഷൻ ഡയോഡ് ആണ് വരുന്നത്. അപ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് നമുക്കറിയാം അതൊരു യൂണി ഡയറക്ഷണൽ ഡിവൈസ് ആണ്. അതേപോലെ തന്നെ അതിൽ നമുക്ക് മൂന്ന് ബയസ് കണ്ടീഷൻസ് വരുന്നുണ്ട്: സീറോ ബയസ്, ഫോർവേഡ് ബയസ്, റിവേഴ്സ് ബയസ്. ദെൻ അതിന്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ്, ഫോർവേഡ് ബയസിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, അവിടെ വരുന്ന ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ആണ് നീ വോൾട്ടേജ്. നീ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ജെർമേനിയത്തിന് എത്രയാണ്, അതേപോലെ സിലിക്കണ് ജെർമേനിയത്തിന് 0.3 വോൾട്ടും സിലിക്കണ് 0.7 വോൾട്ടും. അതേപോലെ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ വരുന്ന ബ്രേക്ക് ഡൗൺസ്, സെന ബ്രേക്ക് ഡൗണും അതേപോലെ തന്നെ അവലാഞ്ചി ബ്രേക്ക് ഡൗണും അതിന്റെ ഡിഫറൻസും കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. അതായത് സെനറ്റ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചോദിച്ചൊരു കാണുന്നത് അതിന്റെ ആ വോൾട്ടേജ് റേഞ്ച് തന്നെയാണ്. 5 to 8 വോൾട്ടിലാണ് നമുക്ക് ഈ സെനറ്റ് ബ്രേക്ക് ഡൗൺ വരുന്നത്. അതേപോലെ തന്നെ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 8 വോൾട്ടിലാണ് എപ്പോഴും അവലാഞ്ചി ബ്രേക്ക് ഡൗൺ വരുന്നത്. അതേപോലെ തന്നെ സെനറ്റ് ബ്രേക്ക് ഡൗൺ ഹൈലി ഡോപ്ഡ് ആയിട്ടുള്ളതിലാണ് സെനറ്റ് ബ്രേക്ക് ഡൗൺ വരുന്നത്. അതേപോലെ ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ടുള്ളതാണ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് കൂടെ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ കൂടുതൽ വോൾട്ടേജ് വരുന്ന കൂടുതൽ വോൾട്ടേജിൽ, അതായത് ഗ്രേറ്റർ ദാൻ 8 വോൾട്ടിലൊക്കെ സംഭവിക്കുന്നത് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ആണ്. അതാണ് പലപ്പോഴും ചോദിച്ച് കാണാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഫോർവേഡ് ബയസ്ഡ് ഡയോഡിൽ നമ്മൾ വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ്: സ്റ്റാറ്റിക് റെസിസ്റ്റൻസും ഡൈനാമിക് റെസിസ്റ്റൻസും. അപ്പൊ സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ അല്ലെങ്കിൽ ഡി സി റെസിസ്റ്റൻസ് പറയുന്നത് ഡി സി വോൾട്ടേജ് ബൈ ഡി സി കറണ്ട്. ഡൈനാമിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എ സി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോൾട്ടേജ് ബൈ ചേഞ്ച് ഇൻ കറണ്ട്. പിന്നെ നമുക്ക് ഡയോഡ്സിന്റെ ടൈപ്പ് ആണ്. അതിൽ നമുക്ക് സെന ഡയോഡ്, എൽ ഇ ഡി, ഫോട്ടോ ഡയോഡ്, ഒപ്റ്റോ കപ്ലർ, ലേസർ ഡയോഡ്, ഷോർട്ട്കി ഡയോഡ്, വെറാക്ടർ ഡയോഡ്, വാരിസ്റ്റർ, ടണൽ ഡയോഡ്, ഇതിന്റെ എല്ലാത്തിന്റെ തന്നെ വർക്കിംഗ് പഠിക്കണം. അതേപോലെ തന്നെ അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏത് ബയസിംഗിലാണ് അത് വരുന്നത്, അതേപോലെ തന്നെ അതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ അത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുക. അത് കൂടാതെ അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ വരുന്നത് എന്നുള്ളത്, അതേപോലെ അതിൽ ഏത് ബയസിംഗ് ആണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അടുത്ത നമുക്ക് റെക്ടിഫയേഴ്സ് ആണ് വരുന്നത്. അപ്പൊ റെക്ടിഫയേഴ്സ് ഞാൻ എല്ലാ റിവിഷൻ ക്ലാസ്സിലും പറയാറുണ്ട്. റെക്ടിഫയേഴ്സ് പഠിക്കുമ്പോൾ ഈ ഒരു ടേബിൾ മിസ് ചെയ്യാനേ പാടില്ല. കാരണം ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഷുവർ ആണ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അതിൽ നമുക്ക് ആവറേജ് വാല്യൂ, RMS വാല്യൂ, പീക്ക് വാല്യൂ, അതേപോലെ തന്നെ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി, റിപ്പിൾ ഫാക്ടർ, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ, ഇതിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്രഷൻ ആയിട്ട് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഹാഫ് വേവ് റെക്ടിഫയറിന്റെയും ഫുൾ വേവ് റെക്ടിഫയറിന്റെയും സെന്റർ ടാപ്പിന്റെയും ബ്രിഡ്ജിന്റെയും കേസിൽ. അപ്പോൾ നമ്മൾ എക്സാമിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ടേബിൾ നമുക്ക് തരോ ആയിരിക്കണം. കാരണം അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണാറുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ടേബിൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് തെറ്റിപ്പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താം. കാരണം ചില പോയിന്റ്സ് റിപ്പിൾ ഫാക്ടർ, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, TUF ന്റെ ഒക്കെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് മാറിപ്പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. പഠിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ടേബിൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. നെക്സ്റ്റ് പിന്നെ ഫിൽറ്ററിന്റെ ഡിഫറൻസ്, RC ഫിൽറ്ററും LC ഫിൽറ്ററും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കൂടെ മനസ്സിലാക്കി വെക്കുക. RC ഫിൽറ്ററിലാണ് കൂടുതൽ പവർ ഡിസിപ്പേഷൻ വരുന്നത് LC ഫിൽറ്ററിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതേപോലെ തന്നെ റിപ്പിൾ ഫാക്ടർ ഹൈ വരുന്ന RC ഫിൽറ്ററിലാണ്, LC ഫിൽറ്ററിൽ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ആ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ട്രാൻസിസ്റ്റേഴ്സ് ആണ് വരുന്നത്. ട്രാൻസിസ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, അതേപോലെ തന്നെ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. BJT-ലാണെങ്കിൽ നമുക്ക് NPN വരുന്നുണ്ട്, PNP വരുന്നുണ്ട്. ഫെറ്റിലാണ് നമുക്ക് അതില് ജംഗ്ഷൻ ഫെറ്റ്, JFET-ഉം പിന്നെ അതേപോലെ MOSFET-ഉം ആണ് വരുന്നത്. JFET-ലാണെങ്കിൽ അഗൈൻ ഡിപ്ലീഷൻ ടൈപ്പ് നമുക്ക് N ചാനൽ, P ചാനൽ വരുന്നുണ്ട്. MOSFET-ലെ ഡിപ്ലീഷൻ ടൈപ്പ്, എൻഹാൻസ്മെന്റ് ടൈപ്പ്, രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. അതിൽ നമുക്ക് P ചാനൽ, N ചാനൽ വരുന്നത്. അതാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ ഒരു ടൈപ്സ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് BJT-യുടെ സ്ട്രക്ചർ. നമുക്ക് അറിയാവുന്നതാണ്. അതിൽ നമുക്ക് 3 ടെർമിനൽസ്: എമിറ്റർ, ബേസ്, കളക്ടർ. അതിന്റെ ഡോപ്പിംഗ് അത് ഓർത്ത് വെക്കുക. എമിറ്റർ ഹെവിലി ഡോപ്ഡ്, ബേസ് ലൈറ്റ്ലി ഡോപ്ഡും. കളക്ടർ എന്ന് പറയുന്നത് ഡോപ്പിംഗ് ബിറ്റ്വീൻ എമിറ്റർ ആൻഡ് ബേസ് ആണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ NPN ട്രാൻസിസ്റ്ററിന്റെ PNP ട്രാൻസിസ്റ്റർ, അതേപോലെ തന്നെ അതിന്റെ സിമ്പിൾ കറക്റ്റ് ആയിട്ട്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. ഓക്കെ,
പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ട്രാൻസിസ്റ്ററിന്റെ കറന്റ് ഗെയിൻ, അതേപോലെ തന്നെ ആൽഫ ബീറ്റ റിലേഷൻഷിപ്പ്. അത് പലപ്പോഴും ചോദിക്കാറുണ്ട്. ആൽഫ ഈക്വൽ ടു ആൽഫ എന്ന് പറഞ്ഞാൽ IC/I, ബീറ്റ ഈക്വൽ ടു IC/IB. അതിലെ ആൽഫ ബീറ്റ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആൽഫ ഈക്വൽ ടു ബീറ്റ/1 പ്ലസ് ബീറ്റ ആൻഡ് ബീറ്റ ഈക്വൽ ടു ആൽഫ/1 മൈനസ് ആൽഫ. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ബയസിംഗ് ആണ്. അപ്പോൾ എന്താണ് ട്രാൻസിസ്റ്റർ ബയസിംഗ്, എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ട്രാൻസിസ്റ്റർ ബയസിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് സെറ്റ് ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് ദ DC ഓപ്പറേറ്റിംഗ് പോയിന്റ് ഓഫ് ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ ട്രാൻസിസ്റ്റർ ബയസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് പോയിന്റ് സെറ്റ് ചെയ്യണം. ആ ഓപ്പറേറ്റിംഗ് പോയിന്റ് ആണ് നമ്മൾ ക്യൂസെന്റ് പോയിന്റ് അല്ലെങ്കിൽ ക്യൂ പോയിന്റ് എന്നൊക്കെ പറയുന്നത്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ആ പോയിന്റ് മാറുന്നതിനനുസരിച്ച് നമുക്ക് സിഗ്നൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് മാറും. അപ്പൊ അൺഡിസ്റ്റോർട്ടഡ് ആയിട്ട് ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഓപ്പറേറ്റിംഗ് പോയിന്റ് കൃത്യമായിട്ട് നമ്മൾ ലോഡ് ലൈനിന്റെ സെന്റർ പോയിന്റിൽ വരണം. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ട്രാൻസിസ്റ്റർ ബയസിംഗ് ചെയ്യുന്നത്. അപ്പൊ ആ ക്യൂ പോയിന്റ് അല്ലെങ്കിൽ ക്യൂസെന്റ് പോയിന്റ് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്ന ആ പോയിന്റ് അതാണ് നമ്മൾ ട്രാൻസിസ്റ്റർ ബയസിംഗിൽ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനിയുള്ള രണ്ട് പോയിന്റ്സ് ആണ്, ഒന്ന് ജംഗ്ഷൻ ടെമ്പറേച്ചറും ഒന്ന് ജംഗ്ഷൻ കപ്പാസിറ്റൻസും. അപ്പോൾ ട്രാൻസിസ്റ്റർ ജംഗ്ഷൻ ടെമ്പറേച്ചർ നമ്മൾ ഷോർട്ട് ആയിട്ട് ജംഗ്ഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ദ ആക്ച്വൽ സെമി കണ്ടക്ടർ ഇൻ ആൻ ഇലക്ട്രോണിക് ഡിവൈസ്. അതായത് ഹയസ്റ്റ് ഓപ്പറേറ്റിംഗ് പോയിന്റ്, ഒരു ആക്ച്വൽ സെമി കണ്ടക്ടറിന്റെ ഹയസ്റ്റ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ആണ് നമ്മൾ ജംഗ്ഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ജംഗ്ഷൻ കപ്പാസിറ്റൻസ്, ട്രാൻസിസ്റ്ററിലെ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ചാർജ് വേരിയേഷൻ ഇൻ ദ ഡിപ്ലീഷൻ ലെയർ. ഡിപ്ലീഷൻ ലെയറിലുള്ള ചാർജ് വേരിയേഷൻ വെച്ച് വരുന്നതാണ്. അതിന് നമ്മൾ ബേസ് എമിറ്റർ കപ്പാസിറ്റൻസ് എന്നും പറയാറുണ്ട്. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വോൾട്ടേജ് അക്രോസ് ദ ജംഗ്ഷൻ. ആ ജംഗ്ഷൻ അക്രോസ് ഉള്ള വോൾട്ടേജിനനുസരിച്ചിട്ടാണ് ഈ കപ്പാസിറ്റൻസ് വരിക. അതുകൊണ്ട് തന്നെ ബയസിംഗ് കണ്ടീഷൻസിനനുസരിച്ചിട്ട് ഇതിൽ വേരിയേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പൊ ആ രണ്ട് പോയിന്റ് കൂടെ നോക്കുക, ജംഗ്ഷൻ ടെമ്പറേച്ചർ, ജംഗ്ഷൻ കപ്പാസിറ്റൻസ്. ഇനി നെക്സ്റ്റ് നമ്മൾ ട്രാൻസിസ്റ്റർ നമുക്കറിയാം രണ്ട് ആപ്ലിക്കേഷൻ, ഒന്ന് സ്വിച്ച് ആയിട്ടും ഒന്ന് ആംപ്ലിഫയർ ആയിട്ടും, മെയിൻ ആയിട്ടുള്ള രണ്ട് ആപ്ലിക്കേഷൻസ്. ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഓൺ ആൻഡ് ഓഫ് സർക്യൂട്ടിൽ, ഇപ്പൊ നമ്മളൊരു സർക്യൂട്ടിൽ നമ്മൾ ടേണിംഗ് ഓൺ ടേണിംഗ് ഓഫ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യും. ഇപ്പൊ ഡിജിറ്റൽ സർക്യൂട്ട്സിലൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഈ ട്രാൻസിസ്റ്റർ ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് അല്ലെങ്കിൽ സ്വിച്ച് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ റീജിയനിലായിരിക്കും? സാച്ചുറേഷൻ റീജിയനിലും കട്ട് ഓഫ് റീജിയനിലും ആയിരിക്കും. ആ രണ്ട് ഓപ്പറേറ്റിംഗ് ഏരിയയിലാണ് നമുക്ക് ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. അതേസമയം ട്രാൻസിസ്റ്റർ നമുക്കൊരു ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ, ആംപ്ലിഫിക്കേഷൻ ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ഓപ്പറേറ്റിംഗ് റീജിയനിലായിരിക്കും? ആക്റ്റീവ് റീജിയനിലായിരിക്കും ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ സാച്ചുറേഷൻ റീജിയൻ ആൻഡ് കട്ട് ഓഫ് റീജിയൻ. അതായത് സാച്ചുറേഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ഫുള്ളി ഓൺ ആയിരിക്കും, കട്ട് ഓഫ് റീജിയനിലാണെങ്കിൽ ട്രാൻസിസ്റ്റർ ഫുള്ളി ഓഫ് ആയിരിക്കും. അതാണ് ഓൺ ആൻഡ് ഓഫ്, സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ആംപ്ലിഫയർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ഓപ്പറേറ്റിംഗ് റീജിയൻ ആയിരിക്കും? ആക്റ്റീവ് റീജിയനിൽ ആയിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ നമുക്ക് കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ ക്യാരക്ടറിസ്റ്റിക്സും അതേപോലെ തന്നെ അതിന്റെ കമ്പാരിസൺ, അതായത് അതിന്റെ ഇൻപുട്ട് ഇംപെഡൻസ്, ഔട്ട്പുട്ട് ഇംപെഡൻസ്, വോൾട്ടേജ് ഗെയിൻ, കറന്റ് ഗെയിൻ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽ ഇൻ ഫേസ് ആയിരിക്കും ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് കോമൺ എമിറ്ററിൽ മാത്രമേ നമുക്ക് അത് ഔട്ട് ഓഫ് ഫേസ് ആണ് വരുന്നത്. പിന്നെ അതിന്റെ മെയിൻ ആപ്ലിക്കേഷൻസ്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ കമ്പാരിസൺ ഒരു ടേബിൾ ആയിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ഏത് പോയിന്റ്സ്, ഇപ്പോൾ ഇംപെഡൻസ് ഹൈ ആയിരിക്കും, ലോ ആയിരിക്കും, മീഡിയം ആയിരിക്കും, വോൾട്ടേജ് ഗെയിൻ അതേപോലെ തന്നെ കറന്റ് ഗെയിൻ, അതിന്റെയൊക്കെ അത് എത്രയാണ് വരുന്നത്, ഏകദേശം വാല്യൂ എത്ര വരുന്നത് എന്നുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കാം. അടുത്ത് നമുക്ക് വരുന്ന ട്രാൻസിസ്റ്ററിന്റെ പാക്കേജസ് ആണ്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് വരുന്ന പാക്കേജസ് TO ആൻഡ് SOT, ട്രാൻസിസ്റ്റർ ഔട്ട്ലൈനും അതേപോലെ തന്നെ സ്മോൾ ഔട്ട്ലൈൻ ട്രാൻസിസ്റ്റർ, ഈ പാക്കേജസ് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ TOയിൽ തന്നെ TO92 അതുപോലെ തന്നെ TO18 രണ്ട് പാക്കേജ് വരുന്നുണ്ട്. അതിലുള്ള കോമൺ ട്രാൻസിസ്റ്റേഴ്സിന്റെ പേരുകൾ, അതുപോലെ അത് എന്തിനു യൂസ് ചെയ്തു. ഇപ്പൊ BC547 എന്ന് പറഞ്ഞ ജനറൽ പർപ്പസ് NPN ട്രാൻസിസ്റ്റർ ആണ്. അതേപോലെ തന്നെ BC548 എന്ന് പറയുന്ന ജനറൽ പർപ്പസ് NPN ട്രാൻസിസ്റ്റർ ആണ്. BC558 എന്ന് പറഞ്ഞ ജനറൽ പർപ്പസ് PNP ട്രാൻസിസ്റ്റർ ആണ്. 2N3904 ജനറൽ പർപ്പസ് NPN ട്രാൻസിസ്റ്റർ ആണ്. അപ്പൊ അതിൽ NPN ഏതൊക്കെയാണ്, PNP ഏതൊക്കെയാണ്, അവള് J3Y വരുന്ന കുറച്ചുണ്ട്. പിന്നെ TO18 വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അപ്പൊ ഇതിൽ ഏത് ട്രാൻസിസ്റ്റർ ആണ്, NPN ആണോ, PNP ആണോ, സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ആണോ, FET ആണോ വരുന്നത്,
ആ പേരുകളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ പേര് വെച്ചിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റർ ആണ്, ഏത് പാക്കേജ് ആണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ അതൊന്ന് പേരുകളൊന്ന് ഓർത്തു വെക്കാം. ഓക്കെ, സോ ജംഗ്ഷൻ ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ, ദാറ്റ് ഈസ് JFET. ഇപ്പോൾ JFET എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ ആണ്. വേറെ ഒരു ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ നമുക്കറിയാം, MOSFET അല്ലെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു 3 ടെർമിനൽ വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇറ്റ് ഇസ് എ വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ്. അപ്പൊ അത് എങ്ങനെയാണ് വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആയതെന്നൊക്കെ നമ്മൾ JFET-നെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് അതിന്റെ ഒരു സ്കീമാറ്റിക്, ഒരു ഫിസിക്കൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ നോക്കൂ, ഇങ്ങനെയാണ് നമ്മൾ ഒരു JFET-നെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ 3 ടെർമിനൽസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഏതൊക്കെയാണ് ആ ടെർമിനൽസ്? സോഴ്സ്, ഗേറ്റ്, ഡ്രെയിൻ. ഓക്കെ, സോഴ്സ്, ഗേറ്റ് ആൻഡ് ഡ്രെയിൻ. ഇനി നമുക്ക് JFET നമ്മൾ 2 ടൈപ്പിൽ പറയും. അതായത് N ചാനൽ JFET-ഉം P ചാനൽ JFET-ഉം. അതായത് അതിന്റെ കണ്ടക്ഷൻ ചാനൽ N ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആവുമ്പോൾ നമ്മൾ അതിനെ N ചാനൽ JFET എന്നും, അതൊരു P ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആവുമ്പോൾ നമ്മൾ അതിനെ P ചാനൽ JFET എന്നുമാണ് പറയുന്നത്, അതിന്റെ കണ്ടക്ഷൻ ചാനൽ. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു N ചാനൽ JFET ആണ്. അതായത് ഒരു N ടൈപ്പ് സിലിക്കൺ ബാർ ആണ് ഇവിടെ കണ്ടക്ഷൻ ചാനൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിന്റെ ഈ 2 സൈഡിലും ഏതുണ്ട്? P ടൈപ്പ് സെമി കണ്ടക്ടർ വരുന്നുണ്ട്. ഈ 2 സൈഡിലായിട്ടും ചാനൽ N ചാനലാണ്. ഇവിടെയാണ്, ഇതെല്ലാം ഓമിക് കോണ്ടാക്ട്സ് ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഗേറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന പോർഷൻ ആണ് ഡിപ്ലീഷൻ റീജിയൻ. അതായത് ഇത് ജംഗ്ഷൻ ആണല്ലോ, PN ജംഗ്ഷൻ ആണല്ലോ, അവിടെ നമുക്ക് ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവും. പിന്നെ നമുക്ക് ഡ്രെയിനും സോഴ്സും. ഓക്കെ, സോ ഇതുപോലെ P ചാനൽ ആവുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? N-ന് പകരം P ആയിരിക്കും. ആ ഒരു ഡിഫറൻസ് മാത്രമാണ് വരിക. പിന്നെ നമ്മൾ അതിന്റെ സിമ്പലും കൂടെ അറിഞ്ഞിരിക്കണം. സിമ്പല് നമ്മൾ സോഴ്സ്, ഡ്രെയിന്, ഗേറ്റ്. അപ്പൊ അതിന്റെ ആരോ ആണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. N ചാനലിന്റെ ആരോ ഇൻവേർഡ്സ് ആയിട്ടായിരിക്കും ഉള്ളിലേക്ക്, P ചാനലിന്റെ ആവുമ്പോൾ വെളിയിലേക്കായിരിക്കും ആരോ മാർക്ക് എന്ന് പറയുന്നത്. അതായത് N ചാനലിൽ N-നെ പോയിന്റ് ചെയ്യുന്നത്, അതാണ് ഉള്ളിലേക്ക്. P ചാനൽ ആവുമ്പോൾ തിരിച്ച് N വെളിയിലായിരിക്കും. അപ്പൊ N-നെ പോയിന്റ് ചെയ്യുന്നത് വെളിയിലേക്ക്. അങ്ങനെ ഓർത്താലും മതി. ഓക്കെ, അപ്പൊ അതാണ് JFET എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളെ മനസ്സിലേക്ക് വരേണ്ട കാര്യങ്ങൾ. ഓക്കെ, അടുത്തത് ഔട്ട്പുട്ട് ഓർ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് JFET വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദ കർവ് ഷോയിങ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡ്രെയിൻ കറണ്ടും അതേപോലെ തന്നെ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് കീപ്പിംഗ് VGS കോൺസ്റ്റന്റ് ആക്കി വെക്കുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഒരു ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് കാണിച്ചിട്ടുണ്ട്. VDS-ഉം ID-യും തമ്മിലാണ് നമ്മൾ ആ ഒരു ക്യാര പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് VGS ഓരോ കോൺസ്റ്റന്റ് വാല്യൂവിനും എങ്ങനെ വരുന്നുള്ളത്. അപ്പൊ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് എന്താണ്, ഈ VDS-ന് നമ്മൾ ആദ്യം ഡ്രെയിൻ കറണ്ട് ഇൻക്രീസ് ചെയ്ത് വരും. അത് കഴിഞ്ഞ് ഒരു പോയിന്റ് എത്തുമ്പോൾ അത് കോൺസ്റ്റന്റ് ആവും. ഓക്കെ, കോൺസ്റ്റന്റ് ആവും. പിന്നീട് ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂവിൽ നിൽക്കും. അതായത് ആ ഒരു പിഞ്ച് ഓഫ് വോൾട്ടേജിന്റെ ഒരു സമയത്താണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഓരോ പോയിന്റ് നമ്മൾ അത് നോക്കുന്നുണ്ട്. പിഞ്ച് ഓഫ് വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ അത് കഴിഞ്ഞ് കോൺസ്റ്റന്റ് ആവും. അതിനുശേഷമാണ് പിന്നെ ആക്ച്വലി ഒരു ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് പിന്നീട് ഹൈ കറണ്ട് ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഓരോ റീജിയനും കറക്റ്റ് ആയിട്ട് നോക്കാം. ജസ്റ്റ് ഒരു ഐഡിയ ഞാൻ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് JFET-ന്റെയും BJT-യുടെയും കമ്പാരിസൺ നോക്കാം. ഇപ്പൊ JFET എന്ന് പറയുന്നത് നമുക്ക് യൂണിപോളാർ ഡിവൈസ് ആണ് അല്ലെ. അതായത് കറന്റ് കണ്ടക്ഷൻ ഈസ് ഓൺലി ഡ്യൂ ടു വൺ ടൈപ്പ് ഓഫ് മെജോറിറ്റി കാരിയർ. അത് ഇലക്ട്രോൺ ആവാം അല്ലെങ്കിൽ ഹോൾ ആവാം. BJT എന്ന് പറയുമ്പോൾ എന്താണ്? ബൈപോളാർ ഡിവൈസ് ആണ്. എന്തുകൊണ്ടാണ്? അതിലെ കറന്റ് കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ 2 കാരിയേഴ്സും, മെജോറിറ്റി കാരിയേഴ്സും മൈനോറിറ്റി കാരിയേഴ്സും ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ബോത്ത് ടൈപ്പ് ഓഫ് കാരിയേഴ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ബൈപോളാർ ഡിവൈസ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ JFET എന്ന് പറയുന്ന വോൾട്ടേജ് ഡ്രിവൺ ഡിവൈസ് ആണ്. BJT എന്ന് പറയുന്ന കറന്റ് ഡ്രിവൺ ഡിവൈസ് ആണ്. നോയ്സ് ലെവൽ എന്ന് പറയുന്ന JFET-ൽ കുറവായിരിക്കും, കമ്പാരിറ്റീവ്ലി BJT-ൽ കൂടുതലായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ JFET-ലെ ഗെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ട്രാൻസ് കണ്ടക്ടൻസ്. അതേസമയം BJT-ൽ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ വോൾട്ടേജ് ഗെയിൻ. അതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത്. പിന്നെ സ്റ്റെബിലിറ്റി ആണെന്നുണ്ടെങ്കിലും ബെറ്റർ തെർമൽ സ്റ്റെബിലിറ്റി JFET-ലാണ്. കമ്പയറിംഗ് ടു JFET BJT-യുടെ തെർമൽ സ്റ്റെബിലിറ്റി കുറവാണ്. അപ്പൊ അത് ജസ്റ്റ് കൂടെ കമ്പയർ ചെയ്തിട്ടുള്ള പോയിന്റ്സും കൂടെ ഒന്ന് നോക്കി വയ്ക്കാം. അടുത്ത MOSFET ആണ്, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് ഇഫക്ട് ട്രാൻസിസ്റ്റർ. അപ്പൊ MOSFET-ൽ നമുക്കറിയാം 2 ടൈപ്പ്, എൻഹാൻസ്മെന്റ് ടൈപ്പും ഡിപ്ലീഷൻ ടൈപ്പും വരുന്നുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് N ടൈപ്പും P ടൈപ്പും വരുന്നുണ്ട്. P ടൈപ്പ് MOSFET-ഉം N ടൈപ്പ് MOSFET-ഉം വരുന്നുണ്ട്.
പിന്നെ അതിന്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മോസ്ഫെറ്റിന്റെ ക്ലാസ് എടുത്തപ്പോൾ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ ജെഫിറ്റ് മോസ്ഫെറ്റും കൂടെ കമ്പാരിസൺ നോക്കി കഴിഞ്ഞാൽ ഇൻപുട്ട് ഇമ്പിഡൻസ് ഫസ്റ്റ് പോയിന്റിൽ ജെഫിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ മോസ്ഫെറ്റിന് കുറച്ച് ഹയർ വാല്യൂ ആയിരിക്കും, വെരി ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആയിരിക്കും വരുന്നത്. പിന്നെ ജെഫിറ്റ് എന്ന് പറയുന്നത് ഡിപ്ലീഷൻ മോഡിൽ മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മോസ്ഫെറ്റ് ആണെങ്കിൽ ഡിപ്ലീഷൻ മോഡിലും എൻഹാൻസ്മെന്റ് മോഡിലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഡ്രെയിൻ റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും ഗേറ്റ് കറണ്ട് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ജെഫിറ്റിനാണ് കൂടുതൽ വരുന്നത്, മോസ്ഫെറ്റിന് കമ്പാരിറ്റീവ്ലി കുറവാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ നമ്മൾ പവർ ഇലക്ട്രോണിക് ഡിവൈസസിലേക്ക് വരുമ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന UJT, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അപ്പൊ UJT BJT തമ്മിൽ ഇനി അവിടുന്ന് ഇങ്ങോട്ട് UJT BJT IGBT മോസ്ഫെറ്റ്, അപ്പൊ അതിന്റെ ഒക്കെ ഒന്ന്, അതേപോലെ തന്നെ ഡയാക്ക് ട്രയാക്ക്, അതിന്റെ ഒക്കെ ഒന്ന് കമ്പാരിസൺ ടേബിൾ വെച്ചിട്ട് തന്നെ പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. ഇതിൽ നമുക്ക് വരുന്ന ടെർമിനൽസ് ഏതൊക്കെയാണെന്നുള്ളത്, അതേപോലെ തന്നെ ലെയേഴ്സ്, അതിന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്, എത്ര ലെയർ വരുന്നതാണ്. അതേപോലെ തന്നെ UJTയുടെ ഒരു ഓൾട്ടർനേറ്റ് നെയിം UJT എന്ന് പറയുന്നത് ഡബിൾ ബേസ് ഡയോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പേരും കൂടെ അതിന് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് പഠിക്കാനായിട്ട് ഇതുപോലുള്ള ടേബിൾസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ദെൻ ഇതിനകത്ത് വരുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇതിന്റെ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. UJTയിൽ തന്നെ ഇതിന്റെ കണ്ടക്ഷൻ ബേസ്ഡ് ഓൺ മൂവ്മെന്റ് ഓഫ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഓൺലി, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ യൂണിപോളാർ ഡിവൈസ് എന്നാണ് പറയുന്നത്. അതേസമയം BJT എന്ന് പറഞ്ഞാൽ ബൈപോളാർ ഡിവൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ മൂവ്മെന്റ് ഓഫ് ബോത്ത് മെജോറിറ്റി കാരിയേഴ്സും മൈനോറിറ്റി കാരിയേഴ്സിന്റെയും മൂവ്മെന്റ് ഇതിന്റെ കണ്ടക്ഷൻ വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതിന് നമ്മൾ ബൈപോളാർ ഡിവൈസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ UJT എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ്, BJT കറണ്ട് കൺട്രോൾ ഡിവൈസ് ആണ്. പിന്നെ നമ്മൾ UJT മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതിന്റെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ BJTയുടെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നോക്കി വെക്കാം. പിന്നെ UJT നമ്മൾ 3 ടൈപ്പിൽ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള നമ്മുടെ നോർമൽ UJT, അതല്ലാതെ കോംപ്ലിമെന്ററി UJT ഉണ്ട്, പ്രോഗ്രാമബിൾ UJT ഉണ്ട്. BJTയുടെ 2 ടൈപ്പ് പിന്നെ നമുക്കറിയാം, NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും. നെക്സ്റ്റ് IGBT മോസ്ഫെറ്റ്. ഇപ്പൊ നമുക്ക് ഈ മോസ്ഫെറ്റും BJTയും കൂടെ ചേരുന്നതാണ് ആക്ച്വലി ഈ IGBT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഈ ഒരു പിക്ചറിന് വളരെ ക്ലിയർ ആണ്. ഇനി അതിന്റെ കമ്പാരിസണും കൂടെ പഠിക്കാം. IGBT insulated gate bipolar transistor, MOSFET metal oxide semiconductor field effect transistor. IGBT എന്ന് പറയുന്നത് 3 terminal semiconductor switching device ആണ്. MOSFET എന്ന് പറയുന്നത് 4 terminal semiconductor switching device ആണ്. പിന്നെ അതിന്റെ ടെർമിനൽസ് ഏതൊക്കെയാണ് വരുന്നത്? IGBTയിലെ എമിറ്റർ, ഗേറ്റ്, കളക്ടർ. MOSFETിലാണെന്നുണ്ടെങ്കിൽ സോഴ്സ്, ഗേറ്റ്, ഡ്രെയിൻ, ബോഡി, സബ്സ്ട്രേറ്റ്. അത് ചിലപ്പോൾ നമ്മളൊരു ടെർമിനൽ ആയിട്ടും പറയാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി ടെർമിനൽ എന്ന് പറയുന്നത് സോഴ്സുമായിട്ട് മേർജ് ചെയ്തിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ചില സമയത്ത് അത് 3 ടെർമിനൽ ഡിവൈസ് ആയിട്ടും പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന പോയിന്റ്സ് അതിന്റെ സ്വിച്ചിങ് സ്പീഡ് ആണ്. IGBTയുടെ സ്വിച്ചിങ് സ്പീഡ് റിലേറ്റീവ്ലി ലോ ആണ്, മോസ്ഫെറ്റിന്റെ സ്വിച്ചിങ് സ്പീഡ് ഹൈ ആയിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ സാച്ചുറേഷൻ വോൾട്ടേജ് IGBT ലോ ആണ്, മോസ്ഫെറ്റിന്റെ ഹൈ വാല്യൂ ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. സോ ദാറ്റ് ഈസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ IGBT ആൻഡ് മോസ്ഫെറ്റ്. നെക്സ്റ്റ് ഡയാക്കും ട്രയാക്കും ആണ്. ഡയാക്ക് എന്ന് പറഞ്ഞാൽ ഡയോഡ് ഫോർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് ട്രയാക്ക് ട്രയോഡ് ഫോർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ അതിന്റെ ടെർമിനൽസ് വരുന്നത് ഏതൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയാക്ക് 2 ടെർമിനൽ ഡിവൈസ് ആണ്, MT1 MT2. ട്രയാക്ക് എന്ന് പറയുന്നത് 3 ടെർമിനൽ ഡിവൈസ് ആണ്. ദെൻ ഇതിൽ ഡയാക്ക് എന്ന് പറയുന്നത് അൺകൺട്രോൾഡ് ബൈ ഡയറക്ഷണൽ സ്വിച്ച് ആണ്, ട്രയാക്ക് എന്ന് പറയുന്നത് കൺട്രോൾഡ് ബൈ ഡയറക്ഷണൽ സ്വിച്ച് ആണ്. പിന്നെ അതിന്റെ ഡെഫിനിഷനും അതേപോലെ തന്നെ അതിന്റെ എങ്ങനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഡയാക്കും ട്രയാക്കും എന്നുള്ളതും കൂടെ നോക്കി വെക്കാം. പിന്നെ ഇതിനകത്ത് വരുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതിന്റെ ഫയറിംഗ് ആംഗിൾ, പവർ റേറ്റിംഗ്, വോൾട്ടേജ് കൺട്രോള്, ട്രിഗറിങ്, പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി, ഈ പോയിന്റ്സും കൂടെ അതിൽ വാല്യൂസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഡയാക്കിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഫയറിംഗ് ആംഗിളും ഗേറ്റ് ടെർമിനൽ വരുന്നില്ല, ഫയറിംഗ് ആംഗിളും വരുന്നില്ല, പക്ഷെ ട്രയാക്കിൽ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റ്സ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് മറക്കില്ല. ഓക്കെ, അതുപോലെ പവർ റേറ്റിംഗ്, വോൾട്ടേജ് കൺട്രോൾ, പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി, ആ പോയിന്റ്സ് ഒക്കെ ഈ ഒരു ടേബിൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മളത് മറക്കില്ല. ലാസ്റ്റ് ഫൈനൽ നമുക്ക് SCR ആണ് വരുന്നത്. അത് ബാക്കിയുള്ളതെല്ലാം നമ്മൾ നോക്കി, UJT നോക്കി, IGBT നോക്കി, മോസ്ഫെറ്റ് നോക്കി, ഡയാക്കും ട്രയാക്കും നോക്കി. പിന്നെ നമുക്ക് അതിൽ വരുന്ന SCR ആണ്. SCR വളരെ ഇമ്പോർട്ടന്റ് ആണ്. പവർ ഇലക്ട്രോണിക് കമ്പോണൻസ് ഒരു എക്സാമിന് സിലബസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ SCR എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അതിൽ കാണും എന്നുള്ളതാണ്.
ACR എന്ന് പറയുന്നത് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ 3 ടെർമിനൽ ഡിവൈസ് ആണ്, യൂണി ഡയറക്ഷണൽ ഡിവൈസ് ആണ്. പിന്നെ അപ്പൊ അതിന്റെ ഈ പറഞ്ഞ പോലെ അതിന്റെ റെപ്രസെന്റേഷനും സിമ്പലും മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ട്രിഗറിംഗ് ആൻഡ് കമ്മ്യൂട്ടേഷൻ ഓഫ് ACR ആണ്. ACRനെ ടേൺ ഓൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രിഗറിംഗ് എന്ന് പറയുന്നത്, ടേൺ ഓഫ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ട്രിഗറിംഗ് മെത്തേഡ്സ് ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിംഗ്, തെർമൽ ഓർ ടെമ്പറേച്ചർ ട്രിഗറിംഗ്, റേഡിയേഷൻ ഓർ ലൈറ്റ് ട്രിഗറിംഗ്, dV/dt ട്രിഗറിംഗ്, ഗേറ്റ് ട്രിഗറിംഗ്, അങ്ങനെയൊക്കെ ടൈപ്സ് വരുന്നുണ്ട്, മെത്തേഡ്സ് വരുന്നുണ്ട്. കമ്മ്യൂട്ടേഷനിലാണെന്നുണ്ടെങ്കിലും നാച്ചുറൽ കമ്മ്യൂട്ടേഷനും ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷനും വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷനിലെ ക്ലാസ് A, B, C, D, E, F അത് ഓരോന്നും എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഈ ഏരിയയിൽ നിന്നും ACRന്റെ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അത്രയാണ് നമുക്ക് പവർ ഇലക്ട്രോണിക് കമ്പോണൻസ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓവറോൾ ആയിട്ട് നമുക്ക് മോഡ്യൂൾ 2 പഠിക്കാനുള്ളത്. അപ്പൊ മോഡ്യൂൾ 2 ഫസ്റ്റ് നമുക്ക് PN ജംഗ്ഷൻ ഡയോഡ്, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഡയോഡ്, പിന്നെ അതേപോലെ തന്നെ റെക്ടിഫയേഴ്സ്, ഫിൽറ്റേഴ്സ്, ഇതൊക്കെയാണ് ഫസ്റ്റ് ഉള്ളത്. പിന്നെ നമ്മൾ ട്രാൻസിസ്റ്ററിൽ വരുന്ന ടൈപ്സ്, അതിന്റെ ട്രാൻസിസ്റ്ററിന്റെ ഈ പറഞ്ഞ പോലെ ആൽഫ ബീറ്റ റിലേഷൻഷിപ്പ്, അതിൽ നിന്നുള്ള ഇക്വേഷൻസ്, ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ കോമൺ എമിറ്റർ, കോമൺ കളക്ടർ, കോമൺ ബേസ് ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ കമ്പാരിസൺ ടേബിള്, പിന്നെ ട്രാൻസിസ്റ്ററിന്റെയും അതേപോലെ തന്നെ ഡയോഡിന്റെ ഒക്കെ നെയിമിങ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ ഓൾറെഡി വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ പാക്കേജിങ് കാര്യങ്ങൾ അതൊക്കെ ഒന്ന് പഠിക്കണം. പിന്നെ നമ്മൾ പവർ ഇലക്ട്രോണിക് കമ്പോണൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ UJT, IGBT, മോസ്ഫെറ്റ്, ഡയാക്ക്, ട്രയാക്ക്, അതൊക്കെ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. ദെൻ SCRൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മോഡ്യൂൾ 2 ഉള്ളത്. ഇനി ഇതിന്റെ നമ്മൾ മാരത്തോൺ MCQ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോ ടോപ്പിക്സ് ഡിവൈഡ് ചെയ്തിട്ട് മാരത്തോൺ MCQൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാണുക. ട്രേഡ്സ്മാൻ എക്സാമിനൊക്കെ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ മാരത്തോൺ MCQൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം ഒരു 1000 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ മാരത്തോൺ MCQൽ മാത്രമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാൻ പറ്റും. മോഡ്യൂൾ 2 മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നന്നായിട്ട് ടോപ്പിക്സ് പഠിക്കാൻ മാരത്തോൺ MCQ കാണും. അപ്പൊ ഈ റിവിഷൻ വീഡിയോയിൽ ഏകദേശം എന്തൊക്കെ പഠിച്ചു പോകണം എന്നുള്ളതും പറഞ്ഞു പോയിട്ടുണ്ട്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് റിവിഷനിൽ കാണാം. താങ്ക് യു.